മോളെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. നീ പഠിത്തത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ആ ശരി മാഷേ. ഇന്നാ പിടിക്ക്. അളിയ എനിക്ക് മതി, ഞാൻ എണീക്കുക. പോകട്ടെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? നിന്റെ മോളും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന മാഷുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. നീ ഒന്ന് ശ്രദ്ധിക്കണേ. ശരിയാ, ഞാനും പലവട്ടം കണ്ടേക്കണതാ. ചുമ്മാ പരദൂഷണം പറയാതെ എണീച്ച് വീട്ടിൽ പോകാൻ നോക്കടാ. പുള്ളിക്ക് സൂചിച്ചില്ല. അവൾ ആറൂടെ പോയാൽ എനിക്കെന്നടാ? അവളെന്റെ മോളൊന്നുമല്ല, ഒരു മോള്. ഞാൻ പറയാനുള്ള പറഞ്ഞു. അവളെ കണ്ടാലറിയില്ലേ? അതല്ല, അതിനപ്പുറം ചെയ്യും. എടി മോളെ, അമ്മീന്ന് സഹായിക്കടി. ഇപ്പൊ വരാം അമ്മേ. എടി പെണ്ണെ, ആ പാത്രമെങ്കിലും ഒന്ന് കഴുകി വെക്കടി. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണ്ടേ അമ്മയ്ക്ക് പോവാൻ? ഞാൻ എന്താ അമ്മേ ചെയ്യണ്ട? മോളാ പാത്രം ഒന്ന് കഴുകി വെച്ചു. അമ്മ മാത്രം ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടാ മതിയോ? അച്ഛനെന്ന് പറയുന്ന ഒരാളില്ലേ? എന്തിനാ ഇങ്ങനെ ഒരു അച്ഛൻ? ഒരു പണിക്ക് പോവേയില്ല, പോയാൽ തന്നെ കിട്ടുന്ന കാശ് മുഴുവനും വെള്ളം ഒഴിച്ച് നശിപ്പിക്കുകയും ചെയ്യും. എപ്പോഴാ എനിക്ക് എന്റെ പ്രാന്ത് അളകുന്നറിയില്ല. നമ്മളെ നോക്കാത്ത അച്ഛൻ നമുക്കെന്തിനാ? അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്ക്. ഞാനും അത് ആലോചിക്കാറുണ്ട്. ആണോ അമ്മേ? എന്താടേ ഇപ്പോഴാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്? ഇത്ര നേരം നിനക്കൊക്കെ എന്നായിരുന്നു ഈ പണി? എന്നും കുടിച്ചിട്ട് വന്ന് എന്റെ അമ്മേനെ വഴക്ക് പറയാനാ ഭാവെങ്കിൽ ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യും കേട്ടാച്ചാ. സ്വന്തമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്നതിന്റെ അഹങ്കാരം നീ എന്നോട് കാണിക്കരുത്. രണ്ടിനെ ചവിട്ടി കൂട്ടിക്കളയും ഞാൻ. അല്ലാതെ എന്നെ എന്റെ മോളെ നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. കണ്ടവന്റെ കൊച്ചിന് തന്തയാകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലടി, കേട്ടോടി. അച്ഛാ, ഞങ്ങള് പോലീസിന് കംപ്ലൈന്റ് ചെയ്യും. എന്നെ തല്ലിയ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ മോളെ തൊട്ടാ ചിലപ്പോ കൊല്ലും. അയ്യോ അമ്മ, വേണ്ട അച്ഛാ. അമ്മ ആരെയും കണ്ടിട്ടാണ് കളിക്കുന്നെങ്കിൽ രണ്ടിനെ ഞാൻ തീർത്ത് കളയും. ഓർത്തോണം കണ്ണം. എന്തിനാണമ്മേ ഇതുപോലെ ഒരാളെ കൂടെ കൂട്ടിയെ? അമ്മയുടെ തെറ്റാ മോളെ. ആരും ഇല്ലാതിരുന്ന സമയത്ത് എന്റെ മോക്കൊരു സംരക്ഷണം വേണമെന്ന് കരുതി കൂട്ടിയതാ. എന്റെ വീതി. എന്താ സന്ധ്യ ഇത്? എനിക്കറിയില്ല ചേച്ചി, എന്റെ ജീവിതം ഇങ്ങനെയായി പോയി. എത്ര നാളായി നീ ഇത് സഹിക്കുന്നത്? നിനക്കൊരു തീരുമാനം എടുത്തേ. ആ മാഷേ, നാളെ അച്ഛന്റെ പിറന്നാളാണ്. ഗിഫ്റ്റ് വാങ്ങണം, അച്ഛന് എടുക്കാനാ. ഓക്കെ മോളെ, ഞാൻ വാങ്ങിക്കാം കേട്ടോ. നിങ്ങളെന്താ ഇത്ര വൈകിയത്? ക്ലാസ് കഴിഞ്ഞപ്പോ ഇത്തിരി ലേറ്റ്. മോൾ അച്ഛന് പിറന്നാളിനൊരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ താങ്ക് യു മാഷേ.
കരുതി മാഷ് മറന്നു ഇല്ലില്ല, മറന്നതല്ല, ഞാനിച്ചിരി തിരക്കായി പോയതാ. അടിച്ചിട്ട് ഏക്കുന്നില്ല. മിലിറ്ററി സാധനമാണല്ലോ. എന്നിട്ടെന്നാ പിന്നെ ഇങ്ങനെ പറ്റിയേ? അത് പിടിച്ചോളും. ഒരു മിനിറ്റ്. മറ്റേ വധൂരിയാ. എന്താ ചേട്ടായി, ചേട്ടൻ്റെ മോള് മാഷോട് ഒരുമിച്ച് ഉണ്ട്. ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ കവലയില്. നീ വിട്ടോ? ശരി ചേട്ടായി. അയ്യോ അച്ഛൻ, നീ ആരാടാ നീ? വേണ്ട. മാഷൊക്കെ സ്കൂളില് പറഞ്ഞു, മനസ്സിലായോ? ഇനി ഇതുപോലെ ഞാൻ കണ്ട കൊന്നോളാം ഞാൻ. കേട്ടോ? ഇനി എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ച കേട്ടോ? അച്ഛനെന്നെ ഒട്ടും ഇഷ്ടല്ലേ അമ്മേ? അച്ഛന് മോളോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞോ? എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ആ മാഷ് പാവല്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛന്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങിയത്. ഞാൻ സ്വന്തം മോളല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛനെന്നെ ഇഷ്ടമല്ലാത്തത്. മോളെന്തിനാ വിഷമിക്കുന്നേ? നോക്ക് അമ്മയില്ലേ? വിഷമിക്കണ്ട കേട്ടോ. ഇതൊന്നും ആ മനുഷ്യന് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അമ്മയോട് പറയണ്ട മാഷേ. പിന്നെ ഞാനെന്ത് ചെയ്യണം? അമ്മയോട് പറയാതെ അച്ഛനോട് പറയണോ? എന്താടാ കൊച്ചിനോട്? തിരിഞ്ഞു കളിക്കാത്ത വീട്ടിൽ പോടാ. പൊന്നു ചേട്ടാ, ഇതെന്റെ സ്റ്റുഡൻ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. ബെല്ലടിക്കണ്ട. ബെല്ലില്ല, കാലത്തൊട്ട് വിളിച്ചോണ്ടിരിക്കുക. എടുക്കണില്ലേ? ഇല്ലില്ല. ഈ കാര്യം അവനോട് പറയണ്ടേ? ഇവിടെ എന്താ സംഭവം? ഒരു കുട്ടി മരിച്ചു കിടക്കണതാ. ആരാ? നമ്മുടെ അജിഞ്ചേട്ടനല്ലേ? അജിഞ്ചേട്ടന്റെ കൊച്ച. അവളുടെ അടുത്ത് ഞാൻ അപ്ലൈ പറഞ്ഞതാ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് കോർക്കാൻ വന്നു. നീ ഒരു കൊച്ചു മരിച്ചു കിടക്കണോടാ. മറ്റിടത്ത് വർത്താനം. നിങ്ങൾ നടങ്ങിയില്ലേ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഒന്ന് പിടിക്കുവോ ആരെങ്കിലും വന്ന്? ഇങ്ങോട്ടൊന്ന് വാ ആരെങ്കിലും വേഗം. മേഡം, ഇത് ഞാനാണ്. സ്പോട്ടിൽ 2 ബോഡിയാണ്. ഒന്നൊരു പെൺകുട്ടിയുടെ ബോഡിയാണ്, മറ്റേ ബോഡി കുറച്ച് വികൃതമാണ്. ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്. നമ്മളത് ഐഡന്റിഫൈ ചെയ്തു. സൂയിസൈഡ് ആണോ അതോ മർഡർ ആണോ? മർഡറാണ്. ഇവിടെ വണ്ടി കയറാൻ ഇച്ചിരി പാടാണ്. അങ്ങോട്ട് ആളുകൾ കയറാതെ നോക്കണം. യെസ് മാഡം. ഓക്കെ ഞാൻ ചെയ്തോളാം. പോലീസ് ഫോഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ ശരി മാഡം. പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കട്ടെ. ഇവിടെ കുറച്ച് ക്രൗഡുണ്ട്. തൽക്കാലം ഞങ്ങൾ എല്ലാവരെയും ഒതുക്കി നിർത്തി ക്ലിയർ ചെയ്തിരിക്കുക. ഇങ്ങോട്ട് കയറിയിട്ടില്ല. എന്ത് വേണം? അത് മതിയടോ. ഓക്കെ. ഫയൽ എവിടെ? ഫയൽ എടുക്കുക.
വിറ്റ്നസ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വിളിക്ക്. യെസ് മാം. കേറി വാടോ. വാ. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ എവിടെയായിരുന്നു? മാഡം ചോദിച്ചു കേട്ടില്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. നിങ്ങൾ പാനിക്കാവൊന്നും വേണ്ട. നിങ്ങൾ കണ്ട കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. മാഡം, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ആ ചെക്കനും പെങ്കൊച്ചും കൂടി അതുവഴി പോകുന്നുണ്ട്. മാഡം, ആ ചെക്കൻ ആ പെങ്കൊച്ചിനോട് ദേഷ്യപ്പെടുന്നതാണ് കണ്ടത്. എന്തൊക്കെയോ അവൻ പറയുന്നുണ്ടായിരുന്നു ദേഷ്യം. കേസിന്റെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ ഇനിയും വിളിക്കും. എപ്പോൾ വിളിച്ചാലും വരാം. ശരി ശരി മാഡം. മേഡം, അയാളിൽ നിന്നും കൂടുതലായിട്ടൊന്നും കിട്ടാൻ ചാൻസ് അല്ലേ? അതോ പോലീസ് മുറയിൽ നിന്ന് പെരുമാറേണ്ടി വരുമോ? ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചാൽ പോരാടോ. ഓക്കെ മേഡം. അയാളെ കണ്ടിട്ട് മനോജിന് എന്ത് തോന്നുന്നു? അയാൾക്ക് ഒന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മേഡം, ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചോദ്യം ചെയ്താലോ? അതിന്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ട് പോരെ? അത് മതിയടോ. പക്ഷെ കുറച്ചുകൂടെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അയാളിൽ നിന്ന് എന്തേലൂടെ കിട്ടിയേനെ. അയാളെന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. മരിച്ച കുട്ടിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ കുട്ടിയുടെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ ആ കുട്ടിയുടെ അച്ഛനല്ല. സന്ധ്യയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. വീട്ടിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനിയും വിളിക്കും. വരേണ്ടി വരും. ശരി മാഡം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് മേഡം ഉദ്ദേശിക്കുന്നത്? ആ ലേഡി പറഞ്ഞത് കേട്ടല്ലോ. യെസ് മാഡം. നാളെ അവരുടെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള എൻക്വയറി കൂടി നടത്തിയേക്കണം. യെസ്. നടക്കട നീ ഇങ്ങട്. ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോടാ? സാറേ, ഈ സ്ഥലം എനിക്കറിയാം. പക്ഷെ ഞാൻ എന്നാ ചെയ്തെന്നൊന്ന് പറ സാറേ. നീ ഒന്നും ചെയ്തില്ല അല്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. അവനൊന്നും ഓർമ്മയില്ല പോലും. 2 പിള്ളേരെ കൊന്നിട്ടു. പിന്നെ ഞാനോ? ഞാൻ ചെയ്തിട്ടില്ല സാറേ. 2 പോലീസുകാരാണ് നിന്റെ മുമ്പിൽ വെക്കുന്നത്. സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എനിക്ക് ഒരു കാര്യം അറിയത്തില്ല. വിളിക്കടോ അവനെ. വാടോ. എന്നെ സാറേ? പറയടാ. നിനക്കറിയാലോ എന്നെ. എനിക്കറിയാം. എന്നാ കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ ചേട്ടൻ പറഞ്ഞ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ വെച്ച് പിള്ളേരെ അടുത്ത് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സാറേ, ഇതുപോലുള്ളവരെയൊക്കെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം കേട്ടോ. നീ ആരുടെ മുമ്പിലാണ് ഡ്രാമ കളിക്കുന്നത്? നീ ആരുടെ മുമ്പിലാണ് ഡ്രാമ കളിക്കുന്നത്? പോലീസുകാരാണോ നിന്റെ? ഏത് പ്രതി? ഇവനാണ് പ്രതി. നിനക്ക് അത്ര ഉറപ്പാണോടാ? എല്ലാ തെളിവോടും കൂടിയാണോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ? നിനക്കത് അറിയണോടാ? ഇയാളുടെ മകളുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ നിനക്ക് മനസ്സിലായി ഇയാള് നിരപരാധിയാണെന്നും പ്രതി നീയാണെന്നും. ആവശ്യമില്ലെന്ന് വർത്തമാനം പറഞ്ഞേ. ആവശ്യമില്ലാണ്ട് പറയില്ലോട്ടോ. എനിക്കറിയില്ല കേട്ടോ. ഇവരെന്തേ പറഞ്ഞേ? നിനക്ക് ഒന്നും അറിയില്ല അല്ലടാ. നീ വാടാ കൂടെ വാ. നിനക്ക് തെളിവ് ഞാൻ കാണിച്ചു തരാം. നീ വാ. വാടാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. ബലം പിടിക്കുന്നോടാ. വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. പറയടാ പന്നി. അതോ നിനക്കൊണ്ട് ഞാൻ പറയിപ്പിക്കണം? സെബാസ്റ്റ്യ, മതി. മാറിങ്ങോട്ട്. നീ സത്യം പറയുന്നു അതോ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം? എല്ലാ തെളിവുകളോടും കൂടിയാടാ നിന്നെ ഞാൻ പൊക്കിയത്. പറയടാ. എന്നാ പറഞ്ഞു തുറക്കടാ. ഞാൻ പറയാം. ഞാനാ കൊന്നേ. 2 പേര് ഞാനാ കൊന്നേ. ചേച്ചി, ചേട്ടനല്ലേ ഇവിടെ? അങ്ങനെ പിന്നെ നിന്റെ കൂടെ അല്ലേ? നിനക്കറിയാൻ പാടില്ലേ? ആ, ചേട്ടനോട് ഉണ്ടെന്ന് ഓർത്തെ. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിനകത്ത് വരരുതെന്നു. ഞാൻ പോണ ഇതിനകത്തുനിന്ന്. ചേച്ചി, ഈ ചേട്ടനെയൊക്കെ എങ്ങനെയാ ചേച്ചി സഹിക്കണേ?
പറഞ്ഞു നിൽക്കുക. ഞാൻ മറ്റവനോടും പറഞ്ഞല്ലോ, നിന്റെ മാഷിനോട് കേട്ടു. നീ നിന്നെ വെച്ചോണ്ട് കാര്യം നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിയമത്തിന്റെ പഴുതുകൊണ്ട് ഗോവിന്ദച്ചാമിയെ പോലെ ജയിലിനകത്ത് തിന്നുകൊടുത്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു? ഇല്ലടാ, നിന്നെ ഒന്നും ഞാനങ്ങനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ കൊന്നു തെള്ളിയില്ലടാ പുഴുവിനെ പോലെ. അതേപോലൊരു പെങ്കുഞ്ഞ് എന്റെ വീട്ടിലുണ്ട്. നിന്നെ ഒന്നും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്.